ശരിക്കും അവിടെ ഒരു കുളം വേണം. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. ബീച്ച് റോഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോക്ക് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടോ. അത്യാവശ്യം കുറേ കമൻസും ഷെയറും പെട്ടെന്ന് തന്നെ റീച്ചായി. ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട് വീഡിയോ. അപ്പോൾ അതിൽ ചിലർ പറയുന്നുണ്ട് എന്തെങ്കിലും ഇലക്ഷൻ വരുമ്പോൾ ഇങ്ങനെ ഒരു ക്യാമറയും കുത്തിപ്പിടിച്ച് വന്നിട്ടൊന്നും കാര്യമില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓൽക്ക് വേണ്ടിയിട്ട് കേട്ടോ, നമ്മളിതിന് മുമ്പ് ഇലക്ഷൻ നടന്നപ്പോൾ എവിടെയും ക്യാമറയും പിടിച്ചൊന്നും വന്നിട്ടില്ല. നമ്മളിത് ഒരുപാട് കാലമായിട്ട് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇലക്ഷൻ വരുന്ന സമയത്ത് തന്നെയാണ് പറയാം, അല്ലാതെ ഒരു പറ്റ സൈലൻ്റ് ആയിക്കുന്ന സമയത്ത് ഇത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലേനു. ഇലക്ഷൻ്റെ സമയത്ത് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ ഉണ്ടാവും പറ്റ സൈലൻ്റ് ആയിരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ട് അത്രയും കാര്യമില്ല. അപ്പോൾ എന്തായാലും ഇത് ഞാൻ 2023 കുറച്ച് റാൻഡായിട്ട് കുറച്ച് നമ്മൾ നാടുത്ത ആൾക്കാരെയൊക്കെ എടുത്ത കുറച്ച് വീഡിയോ ക്ലിപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനെ അങ്ങ് കാണിച്ചു തരാം. പിന്നെ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം, പിന്നെ പ്രതികരിച്ചു കൊണ്ടേയിരിക്കണം. മാറ്റം ഉണ്ടാവുമോ ഇല്ലെന്നില്ലോ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കണം, അത് ജനങ്ങളിലേക്ക് എത്തിക്കണം. ഞാൻ അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ല അതുകൊണ്ട് ഇപ്പോൾ ഞാൻ 2 വീഡിയോ ചെയ്തുകൊണ്ട് ഇപ്പോൾ നാളെ ഇവിടെ ആകെ മാറിയെന്നില്ല ഒരു പ്രതീക്ഷയില്ല. പക്ഷേ പറയേണ്ട കാര്യങ്ങൾ പറയണം. കാരണം ഒക്കെ നമ്മളെ മൂക്കിൻ്റെ തുമ്പത്ത് കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാലം കണ്ടു, അപ്പം ഇനി അത് അങ്ങോട്ട് ദഹിക്കണില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് ആ വീഡിയോ ഒന്ന് പോയി കണ്ടോക്കാം. ഇപ്പം അത് നോക്കുമ്പോൾ അതുമില്ല ഇതുമില്ല ഒന്നുമില്ല, വെള്ളമല്ല. ഇപ്പം ആരും അതിനെ പറ്റിയൊരു ഒച്ചമൂടില്ലേനും. ഇല്ല കുളം പോവുകയും ചെയ്തു. ഇല്ല കുളം പോവുകയും ചെയ്തു. അപ്പൊ ഇനിയില്ല പുതിയ തലമുറ വരുന്നവർക്ക് നിങ്ങൾക്ക് എന്താ പറയല്ലേ? ഓർക്ക് നീന്തക്കം പഠിച്ചാൽ സ്ഥലത്തിനെ കുറിച്ച് നീന്തൊക്കെ പഠിച്ചപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ നീണ്ടൊക്കെ പഠിച്ചാൻ പറ്റുള്ളൂ. അപ്പോൾ കുളം തന്നെ കാര്യം ഇപ്പോൾ ഈ കുളത്തിൽ നീണ്ടൊക്കെ പഠിച്ചാൽ മത്സ്യക്കാലത്ത് നീന്തക്കം പഠിച്ചാൽ അതിനെ മത്സ്യക്കാലത്ത് പഠിച്ചാൽ പറ്റുന്നല്ലോ. അതിപ്പോ പോയില്ലേ? ഇനി തലമുറ ഇനിയിപ്പോ നിങ്ങളെ പേരെ കുട്ടികളുടെ എവിടെ നീന്തക്കം പഠിച്ചാൽ ഒരു സ്ഥലം ഉണ്ടോ? ഓർക്ക് എവിടെ സ്ഥലം? ഇനി നമുക്ക് ഒരു പുതിയ തലമുറക്ക് ഇനി കുളം വേണ്ട ഇവിടെ? അവിടെ പുതിയ തലമുറക്ക് ഇപ്പോൾ ആ ചോദ്യത്തിലാണെങ്കിൽ കുളം ഉണ്ടായിട്ട് കാര്യമില്ല. ഒരു ഉപകാരമുള്ള കുളമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ പഴയത് പുതിയ പോലെ ആക്കി തരണം. പിന്നെ പഴയ കുളം മാതിരിയാണ് ജനങ്ങൾക്ക് വന്ന് കുളിച്ചോ തിരുമ്പെങ്കിലും ചെയ്യാം. അതും ഇല്ലാതാക്കി. അതൊക്കെ തന്നെ ഇപ്പൊ ആ കുളത്തിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. അറിയില്ല, ഇതുവരെ ഒരു കുളം കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് നീന്തക്കം അറിയില്ല. നീന്തക്കറിയില്ല. അപ്പൊ എനിക്ക് ഇവിടെ ഒരു കുളത്തിന് ആഗ്രഹമുണ്ടോ? ആഗ്രഹല്ലേ? നിങ്ങളെ പോലത്തെ ചെറിയ എല്ലാവർക്കും ആഗ്രഹമില്ല. വേണ്ടേ? പഞ്ചായത്ത് കുളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ അതുണ്ടാവുകൊണ്ടാണ് നമ്മൾ നീന്തക്കം പഠിച്ചത്. അല്ലാതെ നമുക്ക് അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ചിലപ്പോൾ അറിഞ്ഞോണമെന്നില്ല. ഇപ്പോൾ ഇനി വരുന്നൊരു തലമുറക്ക് പറഞ്ഞ മാതിരി ഒരു ക്വസ്റ്റ്യൻ ചിഹ്നം തന്നെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ അതിൻ്റേതായിട്ട് എല്ലാ ഇതിൽ സ്ഥാപനങ്ങളിൽ പോയി പഠിക്കേണ്ടി വരും. നാട്ടിലാവുമ്പോൾ നമുക്ക് ശരിക്കും പഠിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അതിൻ്റെ ഒരു ഓപ്ഷൻ ഇല്ല. അത് സംഗതി ശരി തന്നെയാണ്. അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോൾ നമ്മളെ നാട്ടിൽ ആകെ ഉണ്ടായിരുന്നൊരു കുളമാണ് ഇപ്പോൾ നമ്മളെ പാടത്തിലെ കുളം. ഇപ്പോൾ ഈ പറയപ്പെടുന്ന കുളം പണ്ട് നമ്മളെ ചെറുപ്പകാലത്തൊക്കെ നമ്മളെല്ലാവരും കുളിക്കാനും നീന്തൽ പഠിക്കാനും എല്ലാത്തിനും ഉപയോഗിച്ചിരുന്ന ഒരു കുളയുന്നത് അല്ലേ. പിന്നെ നമ്മൾ ഈ നാട്ടിൽ ഈ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ബുദ്ധിമുട്ട് ഒരു വിഷയം വന്നപ്പോൾ ഓലത് എന്താ പറയുക, കുടിവെള്ളം ജലവിതരണത്തിൻ്റെ ഒരു ഓപ്ഷനത്തിന് വേണ്ടിയിട്ടാണ് ഓലത് കുളം മൂടിയിട്ട് അതിൽ കിണർ രൂപത്തിലാക്കിയത്. വേനൽക്കാലത്ത് ഓൾറെഡി അത് പറ്റുന്നൊരു കുളമാണ്. അപ്പോൾ അതിൽ ഒരു റിങ്ങൊക്കെ ഇറക്കി ഓലത് വെള്ളം സംഭരണം ചെയ്യാന്നുള്ളൊരു രീതിയിലാണ് ഓല അങ്ങനെ ചെയ്തിരുന്നത്. പക്ഷേ വേനൽക്കാലത്ത് അതിൽ വെള്ളം നിൽക്കില്ലല്ലോ, പിന്നെ അപ്പോൾ ചെയ്യേണ്ട ഒരു ആവശ്യം അതില്ല. അപ്പോൾ അതുകൊണ്ടുണ്ടായത് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലിപ്പോൾ വെള്ളമില്ല, കുളമില്ല, ഒന്നുമില്ല. ഇപ്പോൾ കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനാണെങ്കിലോ ഇപ്പം നമ്മളതൊക്കെ ഒരു ഇതാണ്, ഒരു ഗ്രാമമാണ്. ഗ്രാമത്തിലൊന്നും ഇപ്പോൾ ആരും ഈ സ്വിമ്മിംഗ് പൂളിൽ ഇതിലൊന്നും പോയിട്ട് കുളിച്ചില്ലല്ലോ. ഒക്കെ ഇപ്പോൾ ഈ ഇങ്ങനത്തെ കുളങ്ങളിലും ഇതിലൊക്കെ നീന്തൽ പഠിച്ച് വളരുന്ന കുട്ടികളാണ്. അപ്പം അതിനൊരു സംവിധാനം ഇപ്പം നമ്മുടെ നാട്ടിലില്ല. ഇതിൽ സത്യത്തിൽ ഇപ്പോൾ ഇതിങ്ങനെ ചെയ്ത ആൾക്കാരുടെ ഉദ്ദേശം എന്താണെന്ന് ഇപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു ഐഡിയ അല്ല. ഒന്നും പറയാമല്ലോ എനിക്ക്. ഇവിടെ നമ്മളെ നാട്ടിൽ ഞാൻ എന്നോട് അങ്ങോട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മളെ നാട്ടിൽ പുതുതായിട്ട് എന്തെങ്കിലും വികസനം വന്നിട്ടുണ്ടോ നമ്മളെ നാട്ടിൽ?
നമ്മുടെ നാട്ടിൽ അങ്ങനെ എടുത്തു പറയാൻ ഇപ്പൊ രാഷ്ട്രീയപരമായിട്ട് ഒരു വികസനം വന്നിട്ടില്ല. ഒരു നമ്മളെ NH ഹൈവേ എന്നല്ലാതെ എന്തെങ്കിലും വന്നു. NH ഹൈവേ ഇപ്പോൾ നാഷണൽ ഹൈവേ ആണ്, മനസ്സിലായി. അതിപ്പോൾ നമ്മൾ പഞ്ചായത്ത് അല്ലെങ്കിൽ ഇതിന്നൊന്നല്ല. പ്രത്യേകം നമ്മൾ എടുത്തു പറയാൻ പറ്റിയ ഒരു പരിപാടി നമ്മളവിടെ വന്നിട്ടില്ല അല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ ഇത് പറയേണ്ട ആവശ്യമുണ്ടോ? നമ്മളവിടെ ഒന്നും വരില്ല, മനസ്സിലായില്ലേ. അപ്പോൾ ഇല്ലാതായ്മന്ന് എന്തെങ്കിലും ഊറ്റാന്നല്ലാതെ ഇല്ലാതാക്കാൻ കുളം കിണറാക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഫണ്ട് കിട്ടുമോ എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടോ? ഇനിയിപ്പോ കിണർ കുളമാക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഫണ്ട് പറയോ? അല്ല, ഒരു സംശയം ചോദിക്കാട്ടോ, എനിക്കറിയില്ല. മെയിൻ്റെനൻസ് അല്ല, അറിയില്ല. ഞാൻ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടാണോ എന്നുള്ളത്. അല്ല, ഇപ്പോൾ വേനൽക്കാലത്ത് അതിലൊന്നും വെള്ളം ഉണ്ടാവില്ല. പിന്നെ ഇപ്പം എന്തിനാ കിണറാക്കണേ? എന്താ ഇനിയിപ്പോൾ പറയല്ലേ, അത് തൂർത്തു. ഇനിയുള്ള തലമുറ അങ്ങനത്തെ ഇനി നടക്കുമോ? ഇനി നടക്കുമെന്നില്ല അറിയില്ല. ശരിക്കും അവിടെ ഒരു കുളം വേണം. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. നാട്ടിൽ അറിയാത്ത കുട്ടികൾ ഇപ്പോൾ എന്താ ചോദിച്ചാൽ ഒരു പുറത്ത് പോയി നീന്തക്കം പഠിക്കേണ്ടി വരും. അങ്ങനത്തെ നമ്മുടെ നാട്ടില് കുളം വേണോ വേണ്ടേ? നാട്ടിലൊരു കുളം വേണം. നിർബന്ധമാണെന്ന് വെച്ചാൽ എല്ലാവർക്കും നീന്തക്കം പഠിക്കാനൊക്കെ ഒരു ഉഷാറായിരിക്കും. തൂർത്തത് മോശമാണ്. അല്ല പിന്നെ നമുക്ക് പറയാനുള്ളത് പഞ്ചായത്തിൽ നിന്ന് അങ്ങനെ കിട്ടിയതൊരു ആനുകൂല്യം കിട്ടിയതാണ്. പോയി അത് പറയാനുള്ളത് എന്താ പറയാല്ലേ, പഞ്ചായത്തോളം തൂർത്തത് നമുക്ക് വളരെ ശാപാണ് എന്ന് പറയാം. കാരണം ഞാൻ നീന്തക്കാൻ പഠിച്ച കൂടി അതിലാണ്. അത്രേ ഉള്ളൂ എനിക്ക് പറയാനേ. അതന്നെ നമുക്ക് പറയാനുള്ളത്. തൂർത്തത് ഏറ്റവും വലിയ തെറ്റ്. നമ്മളെ വെള്ളത്തിനെ കുടിവെള്ള പ്രശ്നത്തിന് വേണ്ടിയിട്ട് അത് വൃത്തിയാക്കി ശരിയാക്കിയൊരു കുളമാണത്. പക്ഷെ എന്തിപ്പോൾ ആയത്, ആ കുറേ പൈസ പഞ്ചായത്തിൽ നിന്ന് വാങ്ങിയതിൽ അതൊരു ഉപയോഗത്തിലും പെടാതെ വെള്ളമല്ലാതെ ജനങ്ങൾക്കൊരു ഉപകാരമില്ലാതെ അതിപ്പോൾ നശിച്ച് കിടക്കുകയാണ്. അത് നമ്മളവിടുത്തെ ജനപ്രതിനിധികളെ അശ്രദ്ധ മൂലം സംഭവിച്ചൊരു കാര്യമാണ് അല്ലേ. അതായത് നമ്മളവിടുത്തെ ജനങ്ങളും നോക്കണില്ല, ജനപ്രതിനിധികളും നോക്കണില്ല, ജനങ്ങളൊന്നും പ്രതികരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതേപോലെ മാതിരി ഓൽക്ക് ഇഷ്ടമുള്ള മാതിരി ചെയ്യും. ആ പൈസ എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. കുളം എന്ന് പറഞ്ഞാൽ തൂർത്തത് എങ്ങനെയാലും ശരിയായിട്ടില്ല. കാരണം അപ്പോൾ അത് പൊതുജനങ്ങൾക്കൊരു ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ആ നിലയ്ക്ക് അത് തൂർത്തത് ശരിയല്ല. അതെ, കുളം ഒഴിവാക്കി കിണറായിരിക്കും. ശരി. ഈ കുട്ടികൾക്ക് നീന്തക്കം പഠിക്കാൻ അങ്ങനത്തെ വേറെ ഒരു വൈപ്പില്ല. അത് ആദ്യത്തെ മാതിരി തന്നെ ശരിയാക്കുകയാണെങ്കിൽ നല്ലതാണ്. പഞ്ചായത്തിൻ്റെ അനുമതിയോടെയാണ് അത് തൂർത്തുകുണിച്ചെങ്കിൽ പിന്നെ നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യാനേ പറ്റുള്ളൂ. അല്ല പൊതു വ്യക്തികളുടെ ആവശ്യത്തിനാണ് തൂർത്തുകുണിച്ചെങ്കിൽ തീർച്ചയായിട്ടും അതിനെപ്പറ്റി പഞ്ചായത്ത് ഇടപെടുക തന്നെ വേണം. എൻ്റെ അഭിപ്രായം അത്രേ ഉള്ളൂ. അല്ല, ഇത് സംഭവം കുടിവെള്ളത്തിൻ്റെ തന്നെ കുടിവെള്ളം ഇതിൽ കിട്ടുന്നില്ല. കുടിവെള്ളം ഇപ്പോൾ ഇതിൽ കിട്ടുന്നില്ലല്ലോ. ഇല്ല, കുളമില്ലാതെ ആവും ചെയ്തു. അപ്പോൾ അത് ആരാ ഇതിൻ്റെ പിന്നിൽ ആരാണ്? പഞ്ചായത്താണോ അതോ വ്യക്തികളാണോ എന്നുള്ളത് അതാണ് അറിയേണ്ടത്. ഒരു നീന്തൽ കുളം ഉണ്ടാക്കാൻ ആരെക്കൊണ്ടും കഴിയണില്ല. അത് തൂർക്കാനാണ് ഇവിടെ ആൾക്കാർക്ക് താല്പര്യം. അല്ലാതെ അത് ഉണ്ടാക്കാൻ ഈ തലമുറക്ക് ആർക്കാ നീന്തക്കാൻ അറിയാം? പുതിയ തലമുറക്ക് ഏതെങ്കിലും കുട്ടികൾക്ക് നീന്തക്കാൻ അറിയോ? ഒരാൾക്കും അറിയില്ല. കാരണം അതിനുള്ള അവസരമില്ല. തോട്ടിൽ വെള്ളമില്ല, ചെറിയ ചെറിയ ഡാമുകളില്ല, ഒന്നുമില്ല. ഇവിടെ വല്ല ചെത്തല്ലൂരോ ഇവിടെ വല്ല പുഴയിലോ ഒക്കെ പോയിട്ട് വേണം വല്ല കുട്ടികൾക്കൊന്ന് നീന്തണമെങ്കിൽ അതിനുള്ള സമയമില്ല. ഇല്ലതാകെ വൈകിട്ട് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ആ സമയം ഉപയോഗപ്പെടുത്താൻ ഒരവസരമില്ല. ആ കുളം തൂർക്കുന്നതിൽ നമുക്കൊരു ഒരു താല്പര്യമില്ല. അത് കിണറാക്കി പൊട്ടത്തരം അല്ല. എന്താ പൊതുസമൂഹത്തോട് ഒരു ബാധ്യത ഇല്ലാത്ത ആൾക്കാരാണ് കിണറാക്കുന്നത്. അത് കുളമായിട്ട് തന്നെ നിലനിർത്തണം. അതാണ് നമ്മളെ ആവശ്യം. ഞാനറിയാം ആരെയും തൂർത്ത് എന്താണെന്നില്ല. അതൊക്കെ അതിൻ്റെ ആൾക്കാർ കുത്തും ചോദിച്ചും തൂർക്കും ചോദിച്ചും. തൂർക്കാരന്മാരോട് ചോദിച്ചില്ല, പൊളിച്ചാലും തൂർക്കാരൻ ചോദിച്ചില്ല. പോലും ആവശ്യമില്ല, പോലും ചോദിച്ചും. എന്നാൽ ഉപയോഗപ്പെടില്ല. ഗവൺമെൻറ് കായികലാക്കുന്നല്ല, ഉപയോഗത്തിന് കൊന്നുമ്പോൾ ഇവരെ വന്നില്ല. വരുന്ന തലമുറക്ക് നീന്തൽ പഠിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഇവിടെ വേറെ ഒരു സംവിധാനങ്ങളോ ഇല്ലാത്ത സ്ഥിതിക്ക് കുളം പുനർനിർമ്മിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നീന്താണ് സൗകര്യപ്പെടുത്തുക വേണ്ടത്. ആരായാലും തൂർത്ത മോശം. ഇതിലത്രേ പറയാനുള്ളൂ. അതായത് കുളമായിട്ട് തന്നെ നിൽക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എപ്പോഴേലും ചാടി കുളിച്ചാലും ചെയ്യായിരുന്നു. കുട്ടികൾ നീന്തൽ പഠിക്കായിരുന്നു. അപ്പോൾ മറ്റേ കിണർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? വെള്ളം അടിക്കാനല്ലേ. വെള്ളം വേനൽക്കാലത്ത് എന്തായാലും ഉണ്ടാവില്ല.
മഴക്കാലത്ത് കിണറ്റിൽ ചാടി കുളിച്ചില്ല. അപ്പോൾ കുളമായിരുന്നെങ്കിൽ മഴക്കാലത്ത് നീന്തി പഠിച്ചായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാ? കിണറാക്കിയിട്ട് കുറേ കാലമായില്ലേ? കുറെ കാലമായി കുളിച്ചു, സംഭവങ്ങൾ നടന്നിട്ട് കുറെ ആയിരിക്കും. ഒരു കുളം ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒന്ന് നീന്തി പഠിച്ചായിരുന്നുള്ളൊരു അഭിപ്രായമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ജീവിതത്തിൽ നമ്മൾ നീന്തക്കം പഠിച്ചിരുന്ന വളർന്ന് ചെറുപ്പകാലത്തിൽ നീന്തക്കം പഠിച്ചിരുന്ന സ്ഥലമാണ് ഈ കുളം. അന്ന് മുതൽ നമ്മൾ ചെറുപ്പക്കുട്ടികളെല്ലാവരും അവിടെ വന്നിട്ട് പിന്നെ ഈ കുളത്തിലായിരുന്നു കുട്ടികൾ നീന്തക്കം പഠിച്ചിരുന്നത്. ഞാനടക്കം എൻ്റെ മുതിർന്ന ആൾക്കാരൊക്കെ അവിടെയാണ് നീന്തക്കം പഠിച്ചിരുന്നത്. അന്ന് മുതൽ നമ്മളും അവിടെ തന്നെ ആയിരുന്നു എല്ലാ കുട്ടികൾക്കും നീന്തക്കം പഠിപ്പിച്ചിരുന്നതും. അത് ഒരു വെള്ളത്തിൻ്റെ കുടിവെള്ള പദ്ധതിയിലെ ഒരു ഇതിൽ നമ്മളെ നാട്ടിലത്തെ ഈ ഉന്നത നേതാക്കന്മാരൊക്കെ പാടെ കൂടിയിട്ട് അത് ഒരു കിണറാക്കി ഒരു വെള്ളത്തിൻ്റെ പദ്ധതിയിലാണ് അത് ഇട്ടിരുന്നത്. ഇപ്പോൾ അത് വെള്ളത്തിൻ്റെ പദ്ധതി നടന്നിട്ടുമില്ല. കുട്ടികൾക്കിപ്പോൾ നീന്തക്കം പഠിക്കുക എന്നുള്ളൊരു ഉപാധി അതിൽ ഇപ്പോൾ അതും പറ്റുന്നില്ല. അത് കാരണം ഈ അധികാരികൾ ഒന്ന് കണ്ണ് തുറന്നിട്ട് ഒന്നില്ലെങ്കിൽ അത് കുളം തന്നെ ആയിട്ട് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് അതൊരു നീന്തക്കം പഠിക്കാനുള്ളൊരു അവസരമാക്കിയിട്ട് മാറ്റി നമ്മളെ ഇപ്പോൾ ഇവിടെ നാട്ടിൽ സ്കൂളുകളൊക്കെ നീന്തക്ക മത്സരത്തിനും ഇതിനൊക്കെ ഇതിന് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനൊക്കെ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഇത്രയും വലിയൊരു സ്ഥലം മമ്മിനിക്കാടായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കാപ്പുമുഖം മറ്റുള്ള സ്ഥലത്തുങ്ങൾക്കൊക്കെ പോയിട്ട് നമ്മൾ നീന്തക്കം പഠിക്കാനും അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനൊക്കെ നടക്കുകയാണ്. ഈ അക്ഷയ സെൻറ്ററിലൊക്കെ പോയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കലെന്നൊക്കെ പറയുന്നേക്കാം. അങ്ങനെ അപ്പോൾ അതിന് നമ്മളെ നാട്ടിലത്തെ കുട്ടികൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ളൊരു അവസരം ഇല്ലാതാക്കിയിട്ട് നമ്മളെ നാട്ടിലെ അധികാരികൾ അതിന് കണ്ണ് തുറന്ന് അത് ചെയ്യണം. എന്താ പറയുക വെച്ചാൽ പഞ്ചായത്തിൻ്റെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് ആ കുളം തൂർത്തിട്ട് കിണറാക്കിയത്. പക്ഷേ അതിന് ഈ അമ്മിനിക്കാട് 2ാം വാർഡിൽ മൊത്തം വെള്ളം സപ്ലൈ ചെയ്യാൻ മാത്രം വെള്ളമൊന്നും അതിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ 2 കുളത്തൊന്നും ഇവിടെ റോഡ് സൈഡിലെ പഞ്ചായത്ത് കുളത്തിലെ വെള്ളം തികയാത്തത് കൊണ്ടാണ് അത് കുളം കിണറാക്കി മാറ്റിയത്. അപ്പോൾ ഇതിപ്പോൾ 2ന്നും വെള്ളം അടിച്ചാലും അതിൽ വെള്ളം നമ്മൾ 2ാം വാർഡ് മൊത്തം സപ്ലൈ ചെയ്യാൻ വെള്ളം അതിൽ നിന്ന് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് ആ രീതിയിലല്ല അത് ചെയ്യേണ്ടതും. അത് ശരിക്ക് കിണറല്ല ആക്കേണ്ടിയിരുന്നത്. 4 കെട്ടിപ്പടുത്ത് ഒരു കുളം രൂപത്തിൽ തന്നെ ആക്കായിരുന്നു നല്ലത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരുവിധ പണ്ടത്തെ കാലത്ത് അതിൽ ഒരുപാട് ആളുകൾ കുളിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ പോയതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. എന്നാൽ അത് ഇതുപോലെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ കുളം 4 കെട്ടിപ്പടുത്ത് കുളം പോലെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുളിക്കാൻ പോയിരുന്ന ആൾക്കാർക്ക് വീണ്ടും ഇനി വേനൽക്കാല സമയത്തൊക്കെ ആൾക്കാർ കുളിക്കണം എന്നുണ്ടെങ്കിൽ കുളിക്കുകയും ചെയ്യാം, ഒക്കെ ചെയ്യാം. പഞ്ചായത്തിൽ ചെന്ന് അന്വേഷിച്ചാൽ അറിയാം സംഭവം എങ്ങനെയാ വെച്ചാൽ ഇങ്ങനെ നടക്കുന്നതാണ്. നഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ നീന്താനും കുളിച്ചാനും വേറെ കാര്യം നമ്മൾ ചെറുപ്പത്തിലൊക്കെ നീന്തി കുളിച്ചതായി കുടിവെള്ളം കിട്ടുകയാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല. നീന്തൽ പഠിക്കാനും മാത്രമല്ല പ്ലേ ഗ്രൗണ്ട് ഇല്ല, കളിക്കാനും ഒന്നുമില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ട് നാട്ടുകാർക്ക് ഏതായാലും ഗുണമല്ല. പിന്നെ രീതിയിൽ എന്തെങ്കിലും കഴിവ് കാര്യങ്ങൾ തെളിയിക്കാനുള്ളൊരു ഇതില്ല, മാർഗമായിരിക്കില്ല. അതിനുള്ളൊരു ഇതില്ല, വേദിയില്ല, ഒന്നുമില്ല. അല്ല, കുറച്ച് കാലം വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ വെള്ളത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 50 കൊല്ലമായിട്ട് ഇവിടെ ഉള്ളത്. അത് ഇവിടെ അമേരിക്ക ഇന്നും പൈപ്പ് 6 മാസം പുതിയ പൈപ്പ് ഇപ്പൊ ഈ കുളം കിണറാക്കിക്കൊണ്ട് ഇപ്പോ അത് പരിപാടി നടത്തിയ ആൾക്കാർക്ക് എന്തെങ്കിലും വെച്ചോ? അങ്ങനെ പറഞ്ഞാലും അത് ഇല്ലായിരിക്കൂലോ. അവിടെ ഇപ്പോഴും അതിന്റെ മെയിൻ്റെനൻസും കാര്യങ്ങൾക്കും നടക്കണമെന്നാണ് കേൾവി. അത് ഇനി അന്വേഷിച്ചാൽ അറിയാം എന്താണില്ല എങ്ങനെയാണല്ലോ. നമുക്കിപ്പോ നമുക്ക് ഇതായിട്ട് പറയാൻ പറ്റില്ല. ഇത് മുൻകൈ എടുത്ത് ചെയ്തിരുന്ന ആൾക്കാരെ ഐഡിയ ഒന്നും ഇല്ലല്ലോ. ഈ കാലം തന്നെ ഈ അഹമ്മദ് വികസന ഇതിൽ 5 ലക്ഷം പെടാൻ പിന്നെ അത് ആകെ ഇതായി പിന്നെയും കിടക്കുന്നല്ലോ. ഇവിടുത്തെ പഴയ പഞ്ചായത്ത് ഉണ്ടായിരുന്ന ഒരു 35 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയതാണ് കൊടുത്തു റോഡുമുള്ളത്. അവിടെ തന്നെ ഉണ്ടല്ലോ 5 വർഷം മുമ്പ് ഉണ്ടാക്കി. ആദ്യം പഴയ ഒരു മോട്ടർ അവിടെ ഇപ്പോ അക്കരം 5 വർഷം ഇപ്പോഴും നിലവില് ഇവിടെ വെള്ളക്ഷാമം പരിഹരിക്കുന്നില്ലാണ് പറഞ്ഞു കേട്ടോ. ആലക്കോട് പഞ്ചായത്ത് ചെന്നന്വേഷണം അഗ്നികാട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല, ഒരുപാട് പദ്ധതികൾ ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. ശരിക്കും വെള്ളത്തിന്റെ മഴ പെയ്താലേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. അവരവിടെ വെള്ളം ഈ സൈഡൊക്കെ ഒന്ന് മാന്തിയാ കുറച്ച് പൈപ്പ് ഇട്ടുണ്ട്. കൊല്ലം പൈപ്പ് ഇട്ടില്ലേ.
ഇതിലെന്നെ ഇപ്പൊ പൈപ്പ് എത്ര പുതിയൊരു പൈപ്പ് പുതിയ പൈപ്പ് എല്ലായിടത്തും കൂടി ഉണ്ട്, എല്ലാ റോഡും കൂടി ഉണ്ട്, കുറ്റിപ്പുളി കൂടി എല്ലാ ഏരിയ കൂടി ഉണ്ട്. കാലങ്ങളോളം പൈപ്പും കാര്യങ്ങളും ചെയ്തു. സാധാരണക്കാരന് ഇവിടെ ഒരു ഗുണം അടിസ്ഥാന സൗകര്യങ്ങൾ പറഞ്ഞാൽ വെള്ളം വേണ്ടേ, ഇവിടെ വെള്ളം ഇപ്പം പറയുന്നത് മറ്റേ MLA കൊണ്ടിട്ട് അതിപ്പോ ഒരു 3 കൊല്ലയിൽ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനി ഉണ്ടാകുകയാണെങ്കിൽ അടുത്ത കൊല്ലം വെള്ളം വരും എന്ന് പറയുന്നുണ്ട്. ഇതിനിപ്പോ എന്താ അല്ല ഇനിയിപ്പോ ഈ വീഡിയോ ഈ വീഡിയോ കാണും അത് കഴിഞ്ഞാൽ മറക്കും അല്ലല്ലേ അതിനുള്ളിപ്പോ ആവശ്യമുണ്ടോ? അപ്പൊ ഇവരെല്ലാരും വരും. അപ്പൊ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നിട്ട് ഇവരെല്ലാരും പ്രതിരോധിക്കാം. വോട്ട് ചെയ്യരുത്, വോട്ട് ചെയ്യാതിരിക്കണം. ഓടമലക്കാ റോഡ് ഓടമല അവിടെ എന്ത് കാട്ടിയത് റോഡ് ക്ലിയർ ആക്കിയിട്ടില്ലേ, ഇത് കിട്ടൂല. അപ്പൊക്കെ റോഡായില്ല അവിടെ ഇവിടുത്തെ ഈ കൊടികുത്തി പ്രശ്നങ്ങളിൽ തന്നെ എല്ലാവർക്കും അറിയാം. കുറെ ആൾക്കാർക്ക് പറയണമെന്നുണ്ട്, പക്ഷെ ആരും നടക്കുമ്പോ ആരും ഒന്നും മുണ്ടണില്ല. രണ്ട് ടീമാണ്. ഒന്ന് രാഷ്ട്രീയ അടിമകൾ, കാരണം എന്താ വെച്ചാൽ ഓരോ നേതാക്കന്മാർ പറയുന്ന കൊല്ലം പ്രധാനം വീഴുന്നവരെ ടീം മാത്രമായിട്ട് പറയുന്നല്ല. പിന്നെ അതാണ് അത് പേടിക്കണ കുറെ ആൾക്കാരുണ്ട്. ഇനി എന്തെങ്കിലും ആവശ്യം വന്നാൽ ഒരിടത്ത് പോകേണ്ടി വരുമോ അങ്ങനെയൊക്കെ പേടിക്കണ കുറെ ആൾക്കാരുണ്ട്. കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളാകുമ്പോൾ അത് ചില ഒറ്റപ്പെടലുകളും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാവും. പ്രവർത്തകരാകുമ്പോൾ പിന്നെ എന്താ പറഞ്ഞാൽ സത്യസന്ധമായിട്ട് കാര്യങ്ങളിപ്പോൾ ചെയ്യാൻ കഴിയില്ല, കുറച്ചൊക്കെ ചെയ്യാം, അങ്ങനെയല്ലേ വേണ്ടത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒറ്റക്കെട്ടായിട്ട് തെരഞ്ഞെടുപ്പൊക്കെ ബഹിഷ്കരിക്കാം.